നിങ്ങൾ രക്തദാനം ചെയ്തിട്ടുണ്ടോ? ചില സംശയങ്ങൾ കാരണം നിങ്ങൾക്ക് രക്തം കൊടുക്കാൻ ഇങ്ങനെ മടി വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരാൾക്ക് രക്തം കൊടുക്കുമ്പോൾ നമ്മൾ അയാൾക്ക് ഒരു പുതിയ ജീവൻ കൊടുക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എങ്കിൽ അങ്ങനെയല്ല. രക്തദാനം വഴി നമുക്കും ഒത്തിരി ഗുണങ്ങളുണ്ട്. രക്തദാനം വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് പുതിയ രക്തകോശങ്ങളുണ്ടാകുന്നു. അപ്പം ഒരു ഡൊണേഷൻ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഈ രക്തകോശങ്ങൾ നമ്മുടെ മജ്ജയിൽ നിന്ന് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ പ്രോസസ്സിനാണ് നമ്മൾ എരിത്രോപോയിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രക്തദാനം ചെയ്യുന്ന ഒരു രക്തദാതാവ് ഇപ്പോൾ ഒരു ബ്ലഡ് സെൻറ്ററിൽ വരുവാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇച്ചിരി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. HP, ബ്ലഡ് ഗ്രൂപ്പിംഗ്, പിന്നെ വെയിറ്റ് നോക്കുന്നുണ്ട്, പിന്നെ പൾസ് എടുക്കുന്നുണ്ട്, BP എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിലിമിനറി ചെക്കപ്പാണ് നമ്മളിപ്പോൾ ഒരു ഡോണർ അല്ലെങ്കിൽ രക്തദാതാവിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചില ഡോണേഴ്സിൽ നമുക്ക് HP കുറവായിട്ട് വരും, മോസ്റ്റ്ലി ഫീമെയിൽസ്. അപ്പോൾ ഇങ്ങനെ HP കുറവായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഡോണേഴ്സിനെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൊടുക്കുന്ന അയൺ സപ്ലിമെൻറ്റേഷൻസ് എല്ലാം വഴി നമുക്ക് HP കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പൊട്ടൻഷ്യലി അവരെ ഒരു വോളണ്ടറി ബ്ലഡ് ഡോണറായിട്ട് മാറ്റാനും സാധിക്കുന്നു. ചില പഠനങ്ങൾ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് രക്തദാനം ചെയ്യുമ്പോൾ പുരുഷന്മാരിൽ 3 മാസവും സ്ത്രീകളിൽ 4 മാസവും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP കൂടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒത്തിരി സ്റ്റഡീസ് പറയുന്നുണ്ട്. രക്തദാനം ചെയ്യുന്ന വഴി നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള അയണിൻ്റെ ലെവൽസ് കുറഞ്ഞ് നമുക്ക് ഫ്യൂച്ചറിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുന്ന ഒത്തിരി സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു ജീവൻ നമ്മൾ നൽകുന്നതോടൊപ്പം നമ്മുടെ ഹെൽത്തും കൂടെ നമ്മൾ ഈ ഡൊണേഷൻ ചെയ്യുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വന്ന് ഡൊണേറ്റ് ചെയ്യുക. രക്തം ദാനം ചെയ്യും, മാതൃകയാവും.